തൃശൂർ ചാലക്കുടിയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ജപ്തി ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ജീവനൊടുക്കി. ചാലക്കുടി വെട്ടുകടവ് റോഡിൽ ചിറക്കൽ സോമസുന്ദര പണിക്കരാണ് മരിച്ചത്. BJP ചാലക്കുടി മുൻ മണ്ഡലം ജനറൽ സെക്രട്ടറിയായ സോമസുന്ദരം തന്റെ വീടും പുരയിടവും ഈടാക്കി കുന്നംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന BRD സെക്യൂരിറ്റീസിൽ നിന്നുമാണ് ലോൺ എടുത്തത്. 2015 3 കോടിയിലധികം രൂപ വില വരുന്ന 18 സെന്റ് സ്ഥലവും 3500 സ്ക്വയർ ഫീറ്റ് വീടും ഈടാക്കി സോമസുന്ദരം ലോൺ എടുക്കുന്നത്. എന്നാൽ ബിസിനസ് ആവശ്യത്തിനെടുത്ത ലോണിന്റെ തിരിച്ചടവ് മുടങ്ങുകയും സോമസുന്ദരം പ്രതിസന്ധിയിലാവുകയും ചെയ്തു. ഇതിനിടയിൽ BRD സെക്യൂരിറ്റീസ് ഉടമ വില്യം വർഗീസുമായി നേരിട്ട് സംസാരിച്ച സോമസുന്ദരത്തിന് ബാധ്യത കിഴിച്ചുള്ള 50 ലക്ഷം രൂപ തിരികെ നൽകാമെന്ന് സ്ഥാപനം ഉറപ്പ് നൽകി. പക്ഷേ ഉറപ്പ് പാലിക്കാൻ തയ്യാറാവാതിരുന്ന കമ്പനി കുടുംബത്തെ ജപ്തി ചെയ്ത് കുടിയിറക്കാൻ പലവട്ടം ശ്രമിച്ചു. അവര് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. ഗേറ്റൊക്കെ പൂട്ടി തല്ല് പൊളിച്ചവര് അകത്ത് കയറി. അപ്പം അന്ന് ജഡ്ജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു BRDയുടെ പേരിൽ കേസെടുക്കാൻ. അത് കഴിഞ്ഞ് പിന്നെ ഇന്നവർ വരും, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അവിടെ നിന്ന് ഇറക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇരിഞ്ഞാൽക്കൂടെ കൗണ്ടർ കേസ് ഒന്ന് ഫയൽ ചെയ്യാൻ പോയിട്ടുണ്ട്. ആ പോയി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇങ്ങനെ BRD വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കുറി കമ്പനിയാണ്. അപ്പോൾ കുറി കമ്പനിയിൽ നിന്ന് കാശ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് അവർ ആദ്യം പറഞ്ഞിരുന്നു 2 കോടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. രജിസ്റ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് തന്നില്ല, ആ പൈസ തന്നില്ല. എന്നിട്ട് നമ്മൾ രണ്ടാമത് ഇവിടെ വന്ന് കയറി താമസിക്കുക. അങ്ങനെ താമസിച്ചിട്ട് നമ്മൾ അവരുടെ അടുത്ത് കേസിന് പോയത്. കാരണം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരുന്നല്ലോ. പക്ഷേ ആ ഡോക്യുമെൻ്റിൽ ഒരു കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കുറിക്ക് വേണ്ടിയാ വച്ചേക്കണേന്ന്. പക്ഷെ അവർ തന്നില്ല. നമ്മളെ ഇവിടുന്ന് ഇറക്കാനുള്ള പണികളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. വിവിധ കോടതികളിൽ BRDയുമായി തർക്കത്തെ തുടർന്ന് സോമസുന്ദരം കേസ് നടത്തിയിരുന്നു. എന്നാൽ ബാധ്യത ഒഴിച്ചുള്ള തുക സ്ഥാപനം നൽകാതിരുന്നതോടെ കമ്പനിക്ക് വീട് കൈമാറാൻ ഇദ്ദേഹവും കുടുംബവും തയ്യാറായില്ല. ഇതിനിടയിൽ പലവട്ടം കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഭീഷണിയുണ്ടായതോടെയാണ് ഇന്നുച്ചയോടെ വീടിന്റെ കിടപ്പുമുറിയിൽ സോമസുന്ദരം ജീവനൊടുക്കിയത്. അതേസമയം BJP മുൻ മണ്ഡല ഭാരവാഹിയായ സോമസുന്ദരത്തിന്റെ മരണത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഇതിനോടകം ഉയർന്നിട്ടുള്ളത്. മേൽ നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ചാലക്കുടി പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ജനം, തൃശൂർ.